الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ഏറെ സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാ ദിവസവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവേ, നേരായ പാത ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ റബ്ബേ. നീ കാണിച്ചു തന്നിട്ടുള്ള ആദർശം, ആ ആദർശത്തിൽ മുറുകെ പിടിച്ച് അതിൽ ജീവിക്കുവാനും അതിൽ തന്നെ മരണപ്പെടുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ എന്നൊക്കെയാണ് അതിന്റെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കൂട്ടം നിലനിൽക്കുമ്പോൾ ആ കൂട്ടത്തിന് ഒരു ശക്തി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ആദർശമുണ്ടായിരിക്കണം. എവിടെയാണ് നമ്മളുടെ ഇസ്ലാമിന്റെ ആദർശം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് മറ്റുള്ളതിൽ നിന്ന് അത് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്, എന്തിന്റെ പേരിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. ആദ്യമായി പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിക വിശ്വാസത്തെ പലതരത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 6, 7, 8 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദാലിക ബിഅന്നല്ലാഹു വൽ ഹഖ്. അല്ലാഹു അവനാണ് യാഥാർത്ഥ്യമായുള്ളവൻ. മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആളുകളെ പഠിപ്പിക്കേണ്ടത് അല്ലാഹു മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു യാഥാർത്ഥ്യമാണ് എന്ന് അധികം പഠിപ്പിക്കേണ്ട ചുമതല നമ്മളിലുണ്ട്. അല്ലാഹു ഉണ്ടോ എന്നുള്ള ചോദ്യം യുവാക്കളും കൗമാരക്കാരുമൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള വികല വിശ്വാസത്തിന്റെ പരിണതഫലമായി നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അവിടെയാണ് ഖുർആൻ മറുപടി പറയുന്നത്: ദാലിക ബിഅന്നല്ലാഹു ഹുവൽ ഹഖ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു യാഥാർത്ഥ്യമാണ്, അവനാണ് യാഥാർത്ഥ്യമായുള്ളവൻ. ആരുടെയെങ്കിലും ഭാവനക്കനുസരിച്ച് ഏതെങ്കിലും ചുമരിന്റെ മേലെ വരച്ചിട്ട കൊത്തിയിട്ട ചിത്രമല്ല അല്ലാഹു എന്നുള്ളത്. ആരുടെയെങ്കിലും കാൽപ്പനികതകൾക്കനുസരിച്ച് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അവരുടേതായ കഥാപാത്രമായി രൂപപ്പെട്ട ഒന്നല്ല അല്ലാഹു എന്നുള്ളത്. മറിച്ച് ഖുർആൻ അവിടെ പറയുന്നത് ദാലിക ബിഅന്നല്ലാഹു വൽ ഹഖ്, അല്ലാഹു യാഥാർത്ഥ്യമായുള്ളവനാണ്. വഅന്നഹു യുഹ്യിൽ മൗത വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവനാണ്, അവൻ എല്ലാത്തിനും സാധിക്കുന്നവനാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ആ വിശ്വാസത്തിന് നേരെ എതിരായി നിൽക്കുന്നത്, കഴിഞ്ഞ സംസാരത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, വിശ്വാസത്തിന് നേരെ എതിരായി നിൽക്കാറുള്ളത് എല്ലാ കാലഘട്ടത്തിലും അന്ധവിശ്വാസമാണ്. അവിടെയാണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിശ്വാസികളായി തീരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവിശ്വാസിയായി കഴിഞ്ഞാൽ അതിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആപത്തുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ ആയത്തിലെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള 6, 7, 8 വചനങ്ങളിലെ അവസാനത്തെ ആയത്ത് അല്ലാഹു സൂചിപ്പിക്കുന്നത് അന്ധവിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കാനാണ്. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വമിനൻ നാസ്, ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം, മൻ യുജാദിലു ഫില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നുണ്ട്, ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ, യാതൊരു അറിവുമില്ലാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തരത്തിലുമുള്ള പിന്തുണയുമില്ലാതെ, വലാ കിതാബിൻ മുനീർ, പരിശുദ്ധ ഖുർആനിന്റെ ഒരു നിർദ്ദേശവുമില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളും എടുത്തുകൊണ്ട് നടക്കുന്നവർ, അവരാണ് അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നത് എന്നുകൂടി പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് ആ വിശ്വാസം നമ്മൾക്ക് നൽകുന്ന ആ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒന്ന്, ഏറ്റവും ആദ്യത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറ്റമില്ലാതെ തുടരുന്നതാണ്.
ആദ്യ മനുഷ്യൻ, ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം ഏതൊരു ആദർശത്തിലാണോ വിശ്വസിച്ചത് അതേ ആദർശത്തിൽ തന്നെ യാതൊരു മാറ്റവുമില്ലാതെയാണ് നാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത ആദർശം അത് തന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്. ആ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത ആദർശം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത ആദർശത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് ആ ആദർശത്തെ എത്തിച്ചു തന്നിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവും ഇല്ലാതെയാണ് നമ്മൾ ആ ആദർശത്തെ പിന്തുടരുന്നതും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതും പ്രബോധനം ചെയ്യുന്നതും. ഒന്ന്, മാറ്റമില്ലാത്തതാണ്. രണ്ടാമത്തത്, മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ആദർശം എല്ലായിടത്തും ഒരുപോലെയായിരിക്കും. ഒരൊറ്റ ഉദാഹരണം നോക്കിയാൽ മതി. അന്ധവിശ്വാസം പല നാട്ടിലും പല രീതിയിലായിരിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. എന്റെ നാട്ടില് കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മക്ബറയാണ് ഷെയ്ഖ് പള്ളി എന്ന് എല്ലാവരും വിളിക്കാറുള്ളത്. അപ്പവാണി നേർച്ച നടക്കുന്ന ഒരു സ്ഥലം, കോഴിക്കോട് ബീച്ചിനോട് ചേർന്നിട്ട്. അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോകേണ്ട ആളുകൾ കൊണ്ടുപോകേണ്ടത് എന്താണ് എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. കുഞ്ഞ് അപ്പങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. കയ്യിലുള്ള ചെറിയ ചെറിയ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. തിരിച്ചു വരുന്ന സമയത്ത് അതിൽ ചില ഭാഗം ഒരു കവറിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ കൈകളിൽ കൂടി തരാറുണ്ടായിരുന്നു ആ കാലത്തൊക്കെ. അവിടെ അപ്പവാണി നേർച്ചത്തിന് പോകുന്ന സമയത്ത് അവർ കൊണ്ടുപോകേണ്ടത് അപ്പങ്ങളാണ്. ഈ അടുത്ത കാലത്ത് കണ്ണൂര് പോയപ്പോ ഒരു ജാറത്തെ കുറിച്ച് പറഞ്ഞെന്നു. അവിടെ പറഞ്ഞിട്ടുള്ളത് 3 പെറ്റുമ്മ ജാറെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ കൊണ്ടുപോകേണ്ടത് എന്താ? ഒരു പ്രസവിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ, ഒരു ഉമ്മയെ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് എന്തൊക്കെയാണോ കൊണ്ടുപോകേണ്ടത് അതാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. ബേബി സെറ്റ് കൊണ്ടുപോകണം, വെള്ളത്തുണി കൊണ്ടുപോകണം, ഇങ്ങനെയുള്ള ചില സംഗതികളാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ കണ്ണൂരുള്ള ജാറത്തിലേക്ക് കൊണ്ടുപോകേണ്ട സാധനം കൊണ്ട് കോഴിക്കോടുള്ള ജാറത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. കോഴിക്കോടുള്ള ജാറത്തിലേക്ക് കൊണ്ടുപോകേണ്ട സാധനം കൊണ്ട് കണ്ണൂരുള്ള ജാറത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഒരു ജില്ലയുടെ വ്യത്യാസമേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, അവിടെയാണ് അന്ധവിശ്വാസം വേറിട്ട് നിൽക്കുന്നത്. ഇത് 2 ജില്ലയിലാണെന്ന് കരുതാം. എന്റെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്. കുഞ്ഞിന് ആദ്യമായി പല്ല് വന്നു കഴിഞ്ഞാൽ പല്ലട വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ പല രീതിയിലും പല വീടുകളിലും പല ആദർശങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. ചെറിയ താക്കോൽ അതിൽ വെക്കും. ഈ താക്കോൽ വെച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടുകാർ വിശ്വസിക്കുന്നത് ആ താക്കോൽ എടുക്കുന്നവൻ കള്ളനാകുമെന്നാണ്. എന്നാൽ തൊട്ടപ്പുറത്തുള്ള വേറൊരു വീട്ടുകാരും വിശ്വസിക്കുന്നത് ആ താക്കോൽ എടുക്കുന്ന ആൾക്ക് ധാരാളമായി പണം സമ്പാദിച്ച് കുന്നുകൂട്ടി വെച്ച് അതല്ലെങ്കിൽ അലമാരക്കുള്ളിൽ ആ പണം അങ്ങനെ എടുത്തു വെച്ച് ആ താക്കോൽ സൂക്ഷിക്കുന്ന ആളായി മാറുമെന്നാണ്. ഒരേ നാട്ടിലെ 2 വീടുകൾക്കിടയിൽ വ്യത്യസ്തമായ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അന്ധവിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ആലപ്പുഴയിലുള്ള നിങ്ങളും കോഴിക്കോടുള്ള ഞാനും നമസ്കരിക്കുന്ന സമയത്ത് യാതൊരു വ്യത്യാസവുമില്ല. ആലപ്പുഴയിലുള്ള നിങ്ങളും കോഴിക്കോടുള്ള ഞാനും അള്ളാഹുവിനെ സ്തുതിക്കുന്ന സമയത്ത് യാതൊരു വ്യത്യാസവുമില്ല. അത് വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരും ഒരുപോലെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് ആ വിശ്വാസത്തിനകത്തുണ്ടാകുന്നത്. അത് യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. മറ്റൊന്ന്, ആ മാറ്റമില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതാണ്. എല്ലായിടത്തും ഒരുപോലെയുള്ളതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിർഭയത്വം നൽകുന്നു എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അന്ധവിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അവിടെ ഖുർആനോ ഹദീസോ അതുമല്ലാത്ത ഏതെങ്കിലും മറ്റൊരു കാര്യം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ വിശ്വാസമായി സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കണം കുട്ടികളെ കൊണ്ട്. ഈ കാലഘട്ടത്തിൽ മദ്രസയിലേക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 9ാം ക്ലാസ്സിലാണ് അവൻ സ്കൂളിൽ പഠിക്കുന്നത്. ഒരു ദിവസം മദ്രസയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കയ്യിലെ നഖം വളർന്നിട്ടുണ്ട്, ഉള്ളിൽ ചെളി നിറഞ്ഞിട്ടുണ്ട്. ദേഷ്യം പിടിച്ച് പറഞ്ഞു, നാളെ വരുന്ന സമയത്ത് വെട്ടിയിട്ടേ വരാൻ പറ്റുള്ളൂ. അവൻ അടുത്ത ദിവസം വന്നു, കയ്യിലുള്ള നഖം വെട്ടിയിട്ടില്ല, പക്ഷേ ഉള്ളിലുള്ള ചളിയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. വടിയെടുത്ത് അടിക്കാൻ പറ്റൂല. കുറച്ചൊക്കെ ദേഷ്യത്തില് അവനോട് ചോദിച്ചു, നിനക്ക് എന്താണടാ നഖം വെട്ടി വന്നാൽ? അവൻ പറഞ്ഞൊരു മറുപടി വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചതാണ്. ഒരു തരത്തിൽ ചിരിക്കാനും കൂടിയുള്ള ഒരു വക അതിലുണ്ട്. അവൻ പറഞ്ഞു, സാറേ, രാവിലെ നേരത്തെ ഞാൻ മദ്രസയിലേക്ക് വരണം. 6:30 മദ്രസയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എത്ര നേരത്തെ എണീക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക്.
അതുകൊണ്ട് നേരത്തെ നഖം വെട്ടൽ നടക്കൂല. അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലെത്താൻ. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് വിളിച്ചു കഴിയും. ഇന്നലെ സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കയ്യിലെ നഖം വെട്ടാൻ വേണ്ടിയിട്ട് നൈൽ കട്ടർ എടുത്ത് വീട്ടിലൊരു മൂലയിൽ ഇരുന്ന് വെട്ടുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന വല്യമ്മ വന്ന് എന്റെ ഇവിടെ നിന്നുള്ളൊരു നുള്ളി. എന്താന്ന് ചോദിച്ചു. രാത്രിയിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് നഖം വെട്ടിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കടം വരുമെന്നാണ് വല്യമ്മ വിശ്വസിക്കുന്നത്. അത് വലിയ അപകടമായി. അപ്പൊ അവൻ പറഞ്ഞൊരു മറുപടി, പിന്നെ നിഷ്കളങ്കമായിട്ട്, കുട്ടിയല്ലേ, നിഷ്കളങ്കമായിട്ട് അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. സാറേ, എന്റെ വാപ്പ വർഷങ്ങളായി ഗൾഫിലാണുള്ളത്. ഇനി ഞാൻ നഖം വെട്ടിയിട്ട് ഒരു 2 വർഷം കൂടി ഗൾഫിൽ നിൽക്കേണ്ട ഒരു ഗതികേടുപ്പൊക്കെ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ നഖം വെട്ടാതെ വന്നിട്ടുള്ളത്. ആ കുട്ടിയുടെ മനസ്സിലേക്ക് നഖം വെട്ടുന്ന വിഷയത്തിൽ പോലും നിർഭയത്വം വിട്ടുകൊടുക്കുവാൻ അന്ധവിശ്വാസത്തിന് സാധിക്കുന്നില്ല. എന്നാൽ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? വല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംൻ. വിശ്വസിച്ചവരാരോ, ആ വിശ്വാസത്തോട് ളുൽമിനെ കൂട്ടിക്കലർത്താത്തവരാരോ, ഉലൈക ലഹുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർക്കൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്നത് ഈ ഭയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. 2016 കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ളൊരു സംഭവമുണ്ട്. പലപ്പോഴും ആലോചിക്കുമ്പോൾ ചിരി വരും, പിന്നൊരു കരച്ചിലും വരും. വേറൊന്നല്ല, ഒരു വീടിന്റെ തെങ്ങിന്റെ മേലെ നിന്ന് കുട്ടി ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. വല്ലാത്തൊരു പേടി ആളുകൾക്ക്. ആ കുട്ടി ചിരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ ആരൊക്കെയോ വന്ന് പറഞ്ഞു അതിന്റെ മേലെ എന്തൊക്കെയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അന്ധവിശ്വാസം അങ്ങനെ ഉണ്ടാകുക, ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയൂല, അത് ഈ കാരണം കൊണ്ടാണ് എന്ന് പറയൂല. എന്തോ ഒരു കാരണമുണ്ട്. അവർ ഫയർഫോഴ്സിനെ വിളിക്കുന്നതിന് പകരം മന്ത്രവാദിയെ വിളിച്ചു കൊണ്ടുവന്നു. പാതിരാത്രിയില് ആ മന്ത്രവാദി കടന്നു വന്നു. അയാളുടെ കയ്യിലുള്ള സാധന സാമഗ്രികളെല്ലാം തുറന്നു വെച്ച് അതിനകത്ത് അയാൾക്ക് ചെയ്യാവുന്ന കണക്കെല്ലാം നിരത്തി വെച്ച് അയാൾ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ജീവിക്കുന്ന തറവാട് വലിയ ഒരു കുളത്തിന്റെ വക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുളത്തിനകത്ത് മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ആത്മാവാണ് ഈ തെങ്ങിന്റെ മേലെ കയറി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 2 ദിവസം കൂടി വൈകിട്ടാണ് എന്റെ അടുക്കൽ വരുന്നത് എങ്കിൽ ഒരു വേള ജീവഹാനി വരെ സംഭവിക്കായിരുന്നു. പേടിക്കാൻ മറുപടിയും പോണോ? ആളുകൾ പേടിച്ചു, വല്ലാത്ത പ്രയാസത്തിലകപ്പെട്ടു. അവസാനം മന്ത്രവാദിയോട് ചോദിച്ചു, സാധാരണ ചോദിക്കുന്ന ചോദ്യം, എന്താണ് പരിഹാരമുള്ളത്? ആ മന്ത്രവാദി പറഞ്ഞു, ഹോമം ചെയ്താൽ മാറും, ഞാൻ തളച്ചോളം ആ ആത്മാവിനെ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ആളുകൾ ചോദിച്ചു, എങ്കിൽ എത്ര രൂപയാണ്? അതല്ല അടുത്ത ചോദ്യം ഉണ്ടാകുക, എത്ര രൂപയാണ്? അയാൾ പറഞ്ഞു, 50,000 രൂപയാണ്. എന്താ ചെലവ്? 4 ഇഷ്ടിക, കുറച്ച് നെയ്യ്, പിന്നെ മൂപ്പര് കുറച്ച് സമയം. ആകെ എത്ര ചെലവുള്ളൂ? അതിന് മൂപ്പര് ചോദിച്ച സമയം 50,000 രൂപയാണ്. പണം 50,000 രൂപയാണ്. അവര് പറഞ്ഞു, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, ജീവന്റെ വിഷയല്ലേ, ഞങ്ങൾ അത്ര വലിയ ആളുകളൊന്നല്ല, നിങ്ങൾക്ക് ഈ വീട് കണ്ടിട്ട് അത്ര വലിയ പണം തരാൻ കഴിയുന്നു തോന്നുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ 30,000 രൂപക്ക് നമുക്ക് കച്ചവടം ഉറപ്പിക്കാം. രാത്രി വരെ അയാൾ കച്ചവടം ഉറപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, സാധന സാമഗ്രികളെല്ലാം കൊണ്ടുവന്നു. പാതിരാത്രി വരെ അയാൾ ആ ഹോമം ചൊല്ലി. അവിടെ എങ്ങനെ ഇരുന്ന് ഹോമം ചൊല്ലുന്ന ഓരോ സമയത്തും കുട്ടിച്ചിരിക്കുന്ന ശബ്ദം തെങ്ങിന്റെ മേലെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവസാനം പാതിരാത്രിയായപ്പോ, ഒരുപാട് രാത്രിയായപ്പോ ആ കുട്ടിയുടെ കരച്ചിൽ അവിടെ നിന്നു. രാണിയെടുത്ത് ആ തെങ്ങിന്റെ മേലെ അടിച്ച് അയാൾ പറഞ്ഞു, ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ആണിയുടെ അടുക്കിലേക്ക് മറ്റൊരാളും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ആ മന്ത്രവാദി തിരിച്ചുപോയി. അടുത്ത ദിവസം ആ വീട്ടിലേക്ക് രാവിലെ ആയപ്പോൾ ഒരാളുടെ കോളിംഗ് ബെല്ലിങ്ങനെ വന്നു. തലേ ദിവസം തേങ്ങ വലിക്കാൻ വന്ന തേങ്ങ വലിക്കാരനാണ്, എന്റെ ഫോണ് മേലെ വെച്ച് മറന്നു പോയിട്ടുണ്ട്, അതൊന്ന് എടുക്കേണ്ടതുണ്ട്. അവസാനം ആ കേസ് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അയാൾ പറഞ്ഞു, 15,000 രൂപ എനിക്ക് ചെലവുണ്ട്, ആ 15,000 കഴിച്ച് ബാക്കി നിങ്ങൾക്ക് നൽകിയേക്കാം. ഇനി നേരത്തെ പറഞ്ഞ ആയത്തൊന്ന് ചേർത്ത് വായിച്ചു നോക്കി. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. അവരാണ് സന്മാർഗം ദർശിച്ചിട്ടുള്ള ആളുകൾ. അവർക്ക് 15,000 രൂപയെ പോയിട്ടുള്ളൂ. ഇത് പുറത്ത് വന്ന കഥയാണ്. ഇങ്ങനെ വരാത്ത ഒരുപാട് കഥകളുണ്ട്. ചൂഷണത്തിൽ പെട്ടുപോയിട്ടുള്ള, പുറത്തു പറയാൻ മടിയായിട്ടുള്ള, ആ പുറത്തോട്ട് പറയുന്ന സമയത്ത് അങ്ങേയറ്റം മാനഹാനി നേരിടേണ്ടി വരുന്ന ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിലെ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. വീടത്ര പൊളിച്ചിട്ടും മാറ്റിയിട്ടും ആ വീടിനകത്തുള്ള സമാധാനക്കേട് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുള്ള
നാടുകളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് നിർഭയത്വമാണ് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകുന്നത് അതാണ്. നിങ്ങൾ ശൈത്വാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം അതാണ്. ഇന്നമാ ദാലികും ശൈത്വാൻ യുഖവ്വിഫു ഔലിയാഅഹു. ശൈത്വാൻ ചെയ്യുന്നൊരു കാര്യം എന്താ? യുഖവ്വിഫു ഔലിയാഅഹു, അവൻ അവന്റെ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? വലാ തഖാഫുഹും, നിങ്ങൾ ഒരിക്കലും അവരെ ഭയപ്പെടരുത്. വഖാഫൂനി, നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെ മാത്രമാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെ മാത്രമാണ്. അത് നമ്മളുടെ വിശ്വാസം നൽകുന്ന നിർഭയത്വമാണ്. ഇന്ന് പണ്ടത്തെ മുജാഹിദുകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നിർഭയത്വം ഉണ്ടായിരുന്നു. ഏത് പാതിരാത്രിയിലും ഏത് ഖബർസ്ഥാന്റെ മുന്നിലൂടെയും നടന്നു പോകുവാൻ അവർക്ക് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. ഏത് പാതിരാത്രിയിലും ഒറ്റക്കാകുന്ന സമയത്താണെങ്കിലും അള്ളാഹുവിനെ തവക്കലർപ്പിച്ചുകൊണ്ട് അവർ നടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മളിൽ പലരും എത്തിച്ചേരുന്നത് എവിടെയാണെന്നറിയോ? നമ്മളൊക്കെ മുടി വാരാൻ, മുടി ചീകാൻ ഉപയോഗിക്കുന്ന ചീർപ്പുണ്ടല്ലോ, അത് പുറത്തു വെക്കാൻ പേടിയുള്ള ആളുകൾ എന്റെ ജില്ലയിലുണ്ട്, എന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. തുറന്നു പറയണേ എന്താ, എന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. മുടി വാരുന്ന ചീർപ്പ് പുറത്തു വെക്കാൻ പേടിയാണ്. അവൻ വീട്ടിന്റെ അകത്ത് ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ മുടി ചീകാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടു. ഒന്നില്ല, അളമാറയുടെ ഉള്ളില് പണം വെക്കുന്ന ആ ഒരു ഷെൽഫിന്റെ ഉള്ളിലാണ് അവന്റെ ചീർപ്പ് വെക്കുന്നത്. എന്താണെന്നറിയോ? ഇത് പുറത്ത് വെച്ചാൽ എന്റെ മുടിയുടെ അംശങ്ങൾ അതിലുണ്ടാകും, അതെടുത്ത് കൊണ്ടുപോയി ആരോ എന്തോ ചെയ്താൽ എനിക്കത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനിത് മാറ്റിവെച്ചു. ഭയം എവിടെ നിൽക്കുന്നു? നിർഭയത്വം എവിടെ നിൽക്കുന്നു? സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ക്ഷണിക്കാറുള്ളത് നിർഭയത്വത്തിലേക്കാണ്. അന്ധവിശ്വാസം എപ്പോഴും ക്ഷണിക്കാറുള്ളത് ഭയത്തിലേക്കാണ്. നിങ്ങൾ എല്ലാത്തിനെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുകയാണ്. അവിടെയാണ് ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനകത്തേക്ക് നിർഭയത്വം ഉണ്ടാകണം എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. പലപ്പോഴും ചിന്തിച്ചു നോക്കും നിങ്ങൾ, ഒരു വിജനമായ പ്രദേശത്തോടുകൂടി പോകുന്ന സമയത്ത് അവർ വിശ്വസിക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവിടെ നമ്മളൊന്ന് വിളിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ഏതെങ്കിലും അള്ളാഹുവിന്റെ മനുഷ്യരല്ലാത്ത ജിന്നുകൾ എന്ന പേരിലുള്ള ആ സൃഷ്ടികൾ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. അവരോട് ചോദിക്കുമ്പോൾ പറയും, അത് കുറച്ചുകൂടി നിർഭയത്വല്ലേ, കാരണം മനുഷ്യന്മാരില്ലാത്ത കുറച്ചാൾക്കാരും കൂടി നമ്മളെ സഹായിക്കാനുണ്ട് എന്നുള്ള ബോധമില്ലാതെ ഉണ്ടാക്കുക. ഇനി നേരെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വിജനമായ പ്രദേശത്തോടുകൂടി നടന്നു പോവുകയാണ്, പെട്ടെന്നാണ് തലക്കൊരു ഏറ് കിട്ടുന്നത്. അവിടെ മനുഷ്യരല്ലാതെ വേറെ ആരെങ്കിലും എറിയാനുള്ള സാധ്യത ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഭയമാണോ നിർഭയത്വമാണോ ഉള്ളത്? ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ. അവിടെ ഭയമാണ് കൂടുതലായി കടന്നു വരുന്നത്. ഇനി മറ്റുള്ളവർക്കുള്ള വിശ്വാസം എന്താണ്? പലപ്പോഴും നമ്മൾ മാത്രമാണ് അങ്ങനെയുള്ള ശൈത്വാനോ അതോടൊപ്പം തന്നെ ജിന്നിനോ ശാരീരികമായ ഒരു ഉപദ്രവം നമ്മൾ കേൾപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നത്. നമ്മളോടൊപ്പമുള്ള സഹോദര സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ വിശ്വസിക്കുന്നത് അവർ തമ്മിലുള്ള തർക്കം എന്താണെന്നറിയോ? ഒന്ന് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ചോദിക്കുന്നത് ശിർക്കാണോ അല്ലയോ എന്നുള്ള തർക്കം മാത്രമാണുള്ളത്. ചോദിച്ചാൽ സഹായിക്കാനോ ഉപദ്രവിക്കുവാനോ സാധിക്കുമെന്നതിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. അവിടെ നിർഭയത്വത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ്. അവിടെയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട് ബനൂ ഇസ്രായേലിനെ ഒന്നടങ്കം ആ കടലിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത്, രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന സമയത്ത് പുറകില് ആ ആളുകൾ, ഫിർഔന്റെ ആളുകൾ അദ്ദേഹത്തെ പിടിക്കുവാൻ വേണ്ടി വരുന്ന സാഹചര്യത്തില് ആ മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോട് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നാല മുദ്റക്കൂൻ, ഞങ്ങളിതാ പിടിക്കപ്പെടാൻ പോകുകയാണ് കേട്ടോ. ഇന്നാല മുദ്റക്കൂൻ, ഞങ്ങളിതാ പിടിക്കപ്പെടാൻ പോകുകയാണ് കേട്ടോ. ഒരുപാട് ആളുകളുടെ അട്ടഹാസമാണ് അവിടെ. ഒരുപാട് ആളുകൾ ജീവഭയം കൊണ്ട് കരയാണ് അവിടെ. അവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകേണ്ട മനുഷ്യനാരാ? മൂസാ നബി അലൈഹി സ്വലാമാണ്. പക്ഷെ ടെൻഷൻ ഇല്ലാതിരുന്നതായിരിക്കാം മൂസാ നബി അലൈഹി സ്വലാമിനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. അതിന്റെ ആ തൊട്ട് മുമ്പ് വരെ അള്ളാഹു ഏത് രീതിയിലാണ് തങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നത് എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് അറിയൂല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി എന്താകുന്ന അദ്ദേഹത്തിന് അറിയാം. ഒരു വേള നിലത്തിട്ട പാമ്പാകും, അതിനപ്പുറത്തോട്ട് ചിലപ്പോ എന്റെ കൈയൊന്ന് പ്രകാശിക്കും, അതിനപ്പുറത്തോട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാമിന് അറിയൂല. പക്ഷേ
മൂസാ നബി അലൈഹി സ്വലാം അന്നേരം പറഞ്ഞൊരു മറുപടിയുണ്ട്, കല്ല, ആര് പറഞ്ഞ് ഞങ്ങൾ പിടിക്കപ്പെടാൻ പോവുകയാണെന്ന്? ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എന്നെ വഴി കാണിച്ചു തരും. എന്തൊരു വിശ്വാസമാണത്, എന്തൊരു നിർഭയത്വമാണത്, എന്തൊരു ആത്മവിശ്വാസമാണ് മനസ്സിന് നൽകുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് ആളുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ആളുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നഖൂലു ഇല്ല അതറാക ബഅദ ആലിഹത്തിനാ ബിസൂഇൻ, ഞങ്ങളിതാ വിശ്വസിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളിൽപ്പെട്ട ഏതോ ചില ദൈവങ്ങൾക്ക് നിന്നോട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാല് കുരുത്തക്കേട് പറ്റിയതാണെന്ന് പറയല്ലോ, അതാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. ആരുടെയൊക്കെയോ ഞങ്ങളുടെ ദൈവത്തിന്റെ കുരുത്തക്കേട് നിനക്ക് പറ്റിയതാണ് എന്നാണ് ഹൂദ് നബി അലൈഹിസ്സലാമിനോട് അവര് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഖാല ഇന്നി അശ്ഹദുല്ലാഹ വഅശ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഞാനിതാ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബുക്കും, ഞാനിതാ എന്റെയും നിങ്ങളുടെയും റബ്ബിൽ തവക്കുൽ അർപ്പിച്ചിട്ടുണ്ട്. ആളുകൾ പറയാണ്, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിന്റെ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ദേഷ്യം വന്നതിന്റെ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് നീ കുറ്റം പറഞ്ഞതിന്റെ ഫലമായിക്കൊണ്ടാണ് നിനക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി എന്താ? ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബുക്കും. എന്തൊരു നിർഭയത്വമാണത് നൽകുന്നത്. അതാണ് നമ്മളുടെ മനസ്സിൽ ഭയത്തെ നീക്കിയിട്ട് അവിടെ അമ്നിനെ സ്ഥാപിക്കുകയാണ് വിശ്വാസം ചെയ്യുന്നത്. ഗൈബിയായ നിലയിൽ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നിങ്ങളെ സഹായിക്കാനോ ഉപദ്രവിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആലപ്പുഴ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, എനിക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് കുറെ കിട്ടിയിട്ടുള്ളതാ, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞു കുപ്പി ഇങ്ങനെ ഒഴുകി വരും. ആ ഒഴുകി വരുന്ന സമയത്ത് കുഞ്ഞു കുപ്പി ഇങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെമ്പിന്റെ തകിടുണ്ടാകും. ആ തകിടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അറബി അക്ഷരങ്ങൾ ഉണ്ടാകും. എന്റെ സുഹൃത്തുക്കളെ കൂടെയാണ് ഞാൻ പോകുന്നത് എങ്കിൽ ആ കുപ്പി ഒഴുകി വരുന്നത് കണ്ട് ഞാനതെടുത്ത് അത് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് നിന്ന് ചെമ്പിന്റെ തകിട് കിട്ടിയാൽ പിന്നെ ആരും എന്റെ കൂടെ വണ്ടിന്റെ മേലെ വരൂല. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തൊക്കെയോ പറ്റുമെന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ ചെമ്പിന്റെ തകിട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകമാണ്, എന്തൊക്കെ അതിനകത്ത് ഉണ്ടാകുക എന്നുള്ളത് അറിയൂല എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം ഒരു കൗതുകത്തിന് എടുത്തു നോക്കുന്ന സമയത്ത് പോലും ആളുകൾ വിശ്വസിക്കുന്നത് അതുപോലും എന്തൊക്കെയോ ബാധിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ സ്ഥാപിക്കുകയാണോ അതല്ല ഇല്ലാതെയാക്കുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മളത് പഠിക്കുന്ന സമയത്ത് അതിനെ സ്ഥാപിക്കുന്നതിനപ്പുറത്തോട്ട് അതിന് യാതൊരു തരത്തിലും ഉപദ്രവം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ആ നിർഭയത്വം പോലും നഷ്ടപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമാണത്തിൽ നിന്ന് വഴിമാറി നടന്ന് വികല ആദർശങ്ങളെ പുൽകുവാൻ ഓരോരുത്തർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളുടെ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് ആ ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മളുടെ ആദർശത്തെ നമ്മളുടെ പാരമ്പര്യമായി പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന സമയത്ത് അവിടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സന്നിഹിതരായിരുന്നു. ഇത് ഹദറ യാക്കൂബുൽ മൗത്ത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മരണം വന്നെത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് മക്കളോട് അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ആ മക്കൾ പറയുന്നൊരു മറുപടിയുണ്ട്, താങ്കളുടെ രക്ഷിതാവിനെ, താങ്കളുടെ ഉപ്പയുടെ രക്ഷിതാവിനെ, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ രക്ഷിതാവിനെ, അവരെ മാത്രമാണ് നമ്മൾ ആരാധിക്കുക എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെ മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ തയ്യാറാകണം. നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയുമ്മയിൽ നിന്ന് പകർന്നു നൽകേണ്ടത് അന്ധവിശ്വാസമല്ല. വലിയുമ്മയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന് പകർന്ന് ലഭിക്കേണ്ടത് ഈ വിശ്വാസത്തിന്റെ ഗുണങ്ങളാണ്. ഒരു നിർഭയത്വവുമില്ല, ഒരു ഭയവുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത, എല്ലാ തരത്തിലും ആത്മവിശ്വാസം നൽകുന്ന ആ തൗഹീദിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത് ആത്മവിശ്വാസം തന്നെയാണ്. തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ ചരിത്രം നൽകുന്നത്
എല്ലാ കാലഘട്ടത്തിലും ആത്മവിശ്വാസം മാത്രമാണ്. ഒന്ന് നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഇടങ്ങളിലെല്ലാം അപ്പുറത്ത് അവരെക്കാൾ ശക്തരായിരുന്ന, ആ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും ശക്തരായിരുന്ന അവരുടെ ശത്രുക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് ഫിർഔനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്രൂദിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ പ്രമാണിമാരെ കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് അപ്പുറത്ത് അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ ചരിത്രമെല്ലാം പഠിച്ചു വരുമ്പോ ചരിത്രത്തിൽ ബാക്കിയായതാരാണ്? ചരിത്രത്തിൽ ബാക്കിയായത് ആ കാലഘട്ടത്തിൽ യാതൊരു കരുത്തുമില്ലാതിരുന്ന, ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ആളുകളായിരുന്ന നൂഹ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതോടൊപ്പം തന്നെ മൂസാ നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെയാണ് ബാക്കിയായത്. ഒരു വേള ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള ആശങ്കകളിൽ ജീവിക്കേണ്ട സാഹചര്യം മുസ്ലിം സമൂഹത്തിന് കടന്നു വരുന്നുണ്ട്. ഒരു വേള മുസ്ലിമീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നിയമങ്ങളും ഒക്കെ പാസാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ തൗഹീദ് നമുക്ക് ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട്. അവിടെയാണ് ഖുർആൻ പറയുന്നത്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈ കേൾക്കുന്ന വാർത്തകളിൽ ആളുകൾ നമ്മളെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത്, നിങ്ങളൊരിക്കലും ദുഃഖിതരാകരുത്, നിങ്ങളൊരിക്കലും നിന്ദരാകരുത്. ഇൻ കുൻതും മുഅ്മിനീൻ വഅൻതുമുൽ അഅലൗൻ. നിങ്ങളാണ് ഉന്നതരായ ആളുകൾ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. ആ വിശ്വാസം മുറുകെ പിടിക്കുന്ന കാലത്തോളം സഹോദരങ്ങളെ നമ്മൾ എത്തിച്ചേരുന്നത് ഉന്നതമായ സ്ഥാനത്താണ്. ആ വിശ്വാസം മുറുകെ പിടിക്കുന്ന കാലത്തോളം സഹോദരങ്ങളെ നമ്മൾ എത്തിച്ചേരുന്നത് യാതൊരു ചൂഷണത്തിനും ഇടയില്ലാത്ത സ്ഥലത്താണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ആശങ്കകളെ, ആഗ്രഹങ്ങളെ മുതലെടുക്കുകയാണ്, അല്ലേ? മനുഷ്യന്റെ ആഗ്രഹങ്ങളെ മുതലെടുക്കുകയാണ്. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എത്ര പണം കൊടുക്കണം? ഒന്നും കൊടുക്കണ്ട. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു നമസ്കാരത്തിന്, ഒരു വഖത്തിന് ഇത്ര പണം വെച്ച് തരണമെന്ന് ഏതെങ്കിലും പള്ളികൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ആ ചൂഷണത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് പറയൂ, ഞങ്ങൾ അല്ലാഹുവിനോട് പറയാമെന്ന് പറഞ്ഞ് ഇടനിലക്കാരായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരുടെ അടുക്കിലേക്ക് പോകുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്ന പണത്തിന്റെ എണ്ണം എത്രയാണ്? അവിടെ പലപ്പോഴും റെസീറ്റ് ഉണ്ടാകാറുണ്ട്, വലിയ ഒരു കുറ്റി അവിടെ വെക്കാറുണ്ട്. അതിനകത്തേക്ക് പണമൊന്നും നോക്കാതെ നിങ്ങൾ ഇങ്ങനെ നൽകണമെന്ന. എന്റെ ഉപ്പയുടെ അനിയൻ ഈ ഒരു വിശ്വാസമുള്ള ഒരാളാണ്. അദ്ദേഹം കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ അയാൾ കൈ ഇങ്ങനെ നീട്ടിവെച്ചു. ആ കൈ ഇങ്ങനെ നീട്ടിവെച്ചിട്ട് അദ്ദേഹത്തോട് വെക്കാൻ പറഞ്ഞു. എന്താ വെക്കാൻ പറയുന്നത്? കൈ വെക്കാനല്ല, ആ കൈയുടെ മേലെ പണം വെക്കാനാണ് പറയുന്നത്. അന്ന് 1000ന്റെ നോട്ടുണ്ടായിരുന്ന സമയമാണ്. ഒരു നോട്ട് വെച്ചു, കൈ വലിയുന്നില്ല. 2 നോട്ട് വെച്ചു, വലിയുന്നില്ല. അവസാനം 10 നോട്ട് വെച്ചപ്പോ കൈ ഇങ്ങനെ മടങ്ങി. ഇനി ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. ആ കച്ചവടത്തിന് ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അയാൾക്ക് കൊടുക്കേണ്ടി വന്നത് 10,000ന്റെ നോട്ടുകളാണ്. നോക്കൂ നിങ്ങൾ, 10,000ന്റെ നോട്ടുകളാണ്. അവിടെയാണ് നമ്മുടെ വിശ്വാസം ഒരു തരത്തിലും ഒരു ചൂഷണത്തിനും വക നൽകുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പറയുന്നില്ല, ഖുൽ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി. ഒരു ചൂഷണം വേണ്ട. നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിനെ കുറിച്ച്, എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയേണ്ട വാക്കെന്താണ്? ഇന്നി ഖരീബുൻ, ഞാൻ ഏറെ അടുത്തവനാണ്. പ്രാർത്ഥിക്കുവാൻ മറ്റൊരാളെ ഇടയിൽ നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മറ്റൊന്നോ, ഈ കാലഘട്ടത്തിൽ ആളുകളുടെ ആശങ്കകളെ കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. ആളുകളുടെ ആശങ്കകളെ കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, നാളെ എന്ത് നടക്കുമെന്നറിയുകയില്ല. കളഞ്ഞുപോയ ചെയിനോ മാലയോ എവിടെയാണ് എന്നറിയുകയില്ല. പലപ്പോഴും പല ഇടങ്ങളിലേക്കും കടന്നു ചെല്ലുകയാണ്. ആ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവർക്ക് പണം നൽകുമ്പോൾ പറയും, ഏതെങ്കിലും ഒരു സൂചന നൽകും. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടായി എന്റെ നാട്ടില്. അവിടെ ഉള്ള വലിയൊരു ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് നാട്ടിലുള്ള ഒരാളുടെ മാല മോഷണം പോയിട്ട് അയാളുടെ അടുക്കിലേക്ക് പോയി. അയാളോട് പറഞ്ഞു, മാല മോഷണം പോയിട്ടുണ്ട്,
മുപ്പരാൾ പറഞ്ഞു കറുത്ത മുടിയുള്ള ആളാണ് എടുത്തിട്ടുള്ളത്. സംശയം വരാൻ വേറെ എവിടെയും വേണോ? എല്ലാ കറുത്ത മുടിയുള്ള ആൾക്കാരും ഇങ്ങനെ തെരഞ്ഞു. കറുത്ത മുടിയുള്ള ആൾക്കാരാണ് എടുത്തിട്ടുള്ളത്. അവസാനം ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി, പ്രായമായ ഒരാളുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവസാനം ഉസ്താദിന്റെ അടുത്ത് അയാളെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു അയാളുടെ ഒരു മുടി നരച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കറുത്ത മുടിയുള്ള ആളാണ് എടുത്തിട്ടുള്ളത്. അവസാനം ഈ ഉസ്താദ് മരണപ്പെട്ടു പോകുന്ന ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. അതും കൂടി നമ്മൾ ആലോചിക്കണം. ഈ ഉസ്താദ് മരണപ്പെട്ടു പോകുന്ന ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. ആ ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ പറയുന്നുണ്ട് ഗ്യാസാണെന്ന് വിചാരിച്ച് അങ്ങനെ കുറെ സമയം ഇരുന്നു. അവസാനമാണ് ഇത് ഹൃദയസ്തംഭനമാണ് എന്ന് തിരിച്ചറിയുന്നതും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും വഴിയിൽ വെച്ച് മരണപ്പെടുന്നതും ഖുർആൻ പറയുന്നുണ്ട്. ആലിമുൽ ഗൈബ് ലാ യദ്ഉ ഗൈബിഹി അഹദ. അല്ലാഹുവാണ് ഗൈബ് അറിയുന്നവൻ. ആ ഗൈബ് മറ്റൊരാൾക്ക് അള്ളാഹു കൊടുക്കുകയില്ല. ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഒഴികെ. ആ പ്രവാചകന്മാർക്കും ഗൈബ് അറിയാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയം കഴിഞ്ഞു തോന്നുന്നു, അവസാനിപ്പിക്കുകയാണ്. ആ പ്രവാചകന്മാർക്കും ഗൈബ് അറിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് 2 മലക്കുകൾ അല്ല 1-ലധികം മലക്കുകൾ കടന്നു വരുന്ന സമയത്ത് അവരെ സൽക്കരിക്കുവാൻ വേണ്ടി കാളക്കുട്ടിയെ അറുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ സൽക്കരിക്കുന്ന സമയത്ത് അവർ ഭക്ഷിക്കാതിരിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ബേജാറുണ്ടാകുന്നുണ്ട്, പേടിയുണ്ടാകുന്നുണ്ട്. മുമ്പിലിരിക്കുന്ന 2 ആളുകളെ കാണുന്നുണ്ട് അദ്ദേഹം, പക്ഷേ അത് മലക്കാണ് എന്ന് തിരിച്ചറിയുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സാധിക്കുന്നില്ല. ശേഷം ലൂത്ത് നബി അലൈഹി സ്വലാമിന് സാധിക്കുന്നില്ല. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അത്തരത്തിൽ ഗൈബ് അറിയാത്ത ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമ്മളുടെ ആദർശത്തെ ഉരുത്തിരിച്ചെടുക്കുവാൻ നമ്മൾ തയ്യാറാവുക. ആരെങ്കിലും ഏതെങ്കിലും വിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വിശ്വാസം പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഉരക്കല്ലുകളിൽ വെച്ച് ഉരച്ചു നോക്കിയതിനു ശേഷം മാത്രം സ്വീകരിക്കുക. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ മർക്കസ് ദഅവയുടെ ചാനലിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് സമ്മേളനത്തിന്റെ സമയത്തൊക്കെ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വീഡിയോയുടെ വ്യൂസ് എടുത്ത് പോയി കഴിഞ്ഞാൽ 1 മില്യണും 2 മില്യണും ഒക്കെ ആണ്. ഏതിനാ റീച്ച് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ പഠനത്തിന് യാതൊരു തരത്തിലുമുള്ള താല്പര്യവും നൽകാതെ അവരെ അവതരിപ്പിക്കുന്ന രീതിക്കും അവര് പ്രമാണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് നൽകുന്ന വിശ്വാസങ്ങൾക്കുമെല്ലാം പ്രാധാന്യം നൽകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം അഭിമാനപൂർവ്വം മുറുകെ പിടിച്ചുകൊണ്ട് ആ നിർഭയത്വത്തിൽ ജീവിക്കുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും ആത്മവിശ്വാസത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെയെല്ലാം ശഫിയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും ഇടങ്ങളിലും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം 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 ഇന്നക അൻതസ് സമീഉൽ അലീം